ഹായ് ഗൈസ്, ഞാനിപ്പോൾ ബ്രഹ്മഗിരി ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. വയനാട് തിരുനെല്ലിയിലാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്നാണ് ട്രക്കിങ് തുടങ്ങുന്നത്, ബ്രഹ്മഗിരി ടൂറിസത്തിൻ്റെ. വെൽക്കം ടു ബ്രഹ്മഗിരി ടൂറിസം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. സമയം 7:30 മുതൽ 5 മണി വരെയാണ് ഇതിൻ്റെ ടൈം സ്ട്രിക്റ്റ്. ഒരു 3 മണിയൊക്കെ ആവും നമ്മൾ തിരിച്ച് ഇവിടെ ഇറങ്ങാൻ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് വരാം. ഇവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സമയം ഇപ്പോൾ 7 മണി ആയിട്ടുള്ളൂ. ഇവിടെ റേറ്റിൻ്റെ കണക്ക് അങ്ങനെ ഇല്ല, കാരണം 3-4 പേരായിട്ടുണ്ട്. ഒരാളുടേത് 1250 ഇപ്പോഴത്തെ പുതിയ റേറ്റ്. 2 പേരാകുമ്പോൾ 1950, 3 പേരാകുമ്പോൾ 2650, 4 പേരാകുമ്പോൾ 3350, അങ്ങനെ ഉണ്ട്. രണ്ട് തരം ഫീസ് കാണിക്കുന്നുണ്ട്. ഒന്ന് പ്രവേശന ഫീസും ഒന്ന് ഗൈഡ് ഫീസ്. ഓക്കെ, പുതിയ പിന്നെ ഇന്ന് ഇപ്പോൾ ഡിസംബർ 2024 അതിൻ്റെ റേറ്റാണ്. ഇത് നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഫോറസ്റ്റിൻ്റെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവുണ്ട്. ആ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് പോകുന്ന റോട്ടിൽ കയറുക. അവിടെ നേരെ നമുക്ക് ഇവിടുന്ന് ഇവിടെ എത്തും. ഇവിടെ ഇവരുടെ സ്റ്റേ ഒക്കെ ഉണ്ട് തോന്നുന്നു. ഇതാണ്, അതൊന്നും ഞാൻ ഇതുവരെ അവിടെ സ്റ്റേ ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിവിടെ. കാരണം പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലെ 7 മണിയാകുമ്പോൾ നല്ല കോടമഞ്ഞും നല്ല ഇതായിട്ട് നല്ല കാഴ്ചയാണ്. സ്വല്പം ഡേഞ്ചറസുമാണ്, കാരണം 6 മണിക്കൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 7 മണിയൊക്കെ രാവിലെ ആകുമ്പോൾ കുറച്ചൊക്കെ അത് ഉണ്ടാകത്തില്ല റോഡ് സൈഡിലൊക്കെ. ഇന്നലെയൊക്കെ ഞാൻ വരുമ്പോൾ കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് റോഡിൽ തന്നെ. അപ്പോൾ അതെല്ലാം ചെറുപ്പം ഡേഞ്ചറസാണ്. സമയം 7:30 ആവാനായിട്ടുള്ളൂ. എൻ്റെ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നേരിട്ട് ചോദിക്കാം. അപ്പോൾ ഇതാണ് ബ്രഹ്മഗിരി ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എനിക്കൊരു സ്റ്റിക്ക് കിട്ടി, ഒരു ഗൈഡുണ്ട്. ഒരാൾക്ക് 1250 പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കൊരു ഒരാളെയും കൂടി എക്സ്ട്രാ കിട്ടി. അപ്പോൾ 2 പേര് 2000 സംതിങ് / 2, അങ്ങനെ 950 എനിക്ക്. അതാണ് റേറ്റിംഗ്. നമ്മൾ പോവാണ്. അട്ടയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കാടിലേക്ക്. അപ്പോൾ നമ്മൾ ട്രെക്കിങ് തുടങ്ങുകയാണ്. സാക്ഷാൽ ബ്രഹ്മഗിരി ട്രെക്കിങ്. അപ്പോൾ യാത്ര തുടങ്ങിയിട്ട് വെറും കുറച്ചേ ആയിട്ടുള്ളൂ. മനോഹരമായ കായ്. അതൊരു മരം നോക്കി. ഇതാണ് വയനാട് ഫോറസ്റ്റ്. ചലോ. മഴക്കാലം അല്ലാത്തതുകൊണ്ട് അട്ടയില്ല എന്ന് വിചാരിക്കുന്നു. ഷൂസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കാം എന്താണെന്ന് അവസ്ഥ. എന്ത് കാഴ്ച, കിടിലൻ കാഴ്ചയാണ്. ചെറിയൊരു അരുവിയാണ്. അരുവിയൊക്കെ ഒഴുകുന്നു.
ഏതാ അത് അത്ര അതിൻ്റെ മുകളിലൊരു ഹില്ലുണ്ടല്ലോ, അവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. കാഴ്ചകളുടെ ഇത് കുറച്ച് ഇറക്കം തുടങ്ങിയാണ്. സ്വല്പം ഇറങ്ങിയിട്ട് പോകേണ്ട കാഴ്ചയാണ്. ഒരു മരം പൊട്ടിക്കിടക്കുന്നുണ്ട്. കിട്ടിലം കാഴ്ചനെ കുറച്ചുകൂടി ഒപ്പിയെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ട്രക്കിങ്ങിൻ്റെ റൂൾസ് പ്രകാരം നമ്മൾ കൂടെ നടക്കണം. പാമ്പിനെ പോലെ ഇങ്ങനെ ചുറ്റി. കിട്ടില്ല തന്നെ. യാത്ര തുടരുകയാണ് ഗൈസ്. കാടിൻ്റെ മനോഹാരിത എത്ര എടുത്താലും മതിയാവില്ല, അത്രക്ക് കിടലുണ്ട്. ട്രക്കിങ്ങിന് പോകുന്നതുകൊണ്ട് തൽക്കാലം യാത്ര തുടരാം. മല കയറി ഇവിടം വരെ എത്തിയിരിക്കാം. ഇനി ഇതാ പോവാണ്. ഇനി ഫുൾ കയറ്റാണ് മലയുടെ മുകളിലേക്കുള്ള യാത്ര. ബ്രഹ്മഗിരി ട്രക്കിങ്. എൻ്റെ പോലെ എന്തൊക്കെ കാഴ്ച നോക്കിയേ. ട്രക്കിങ് ഭയങ്കര കുറച്ച് ടഫാണ്, എന്നാലും അത്രയും ഇല്ല. നമ്മുടെ വയനാട്ടിലെ കാറ്റുകുന്ന് അതൊക്കെ കമ്പയർ ചെയ്ത് കുറവാണ് തോന്നുന്നു. പക്ഷെ ഇത് കുറച്ച് ഹൈറ്റ് ഉണ്ട്, മരങ്ങളും. നമ്മൾ കുറച്ച് അങ്ങോട്ട് വീണ്ടും ഒരു അരുവി. വാ, എന്താ കാഴ്ച! വലിയൊരു പാറ. ഒരു നരി.